ഇന്നലെ ഇപ്പോൾ ഒരു മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു, ഹേമ കമ്മിറ്റി. ശ്രദ്ധിച്ചിരുന്നു അത്? എൻ്റെ ശ്രദ്ധയിൽ വന്നു. ഞാൻ ഫോളോ ചെയ്തില്ല, ബട്ട് ഞാൻ ആ റിപ്പോർട്ട് നോക്കി. ഞാൻ ബാക്കി സാധനങ്ങളൊന്നും നോക്കിയില്ല, ആ റിപ്പോർട്ട് ഞാൻ നോക്കി. ഇതിൽ സാധാരണക്കാരായ സിനിമാക്കാർക്ക് ആശങ്ക ഉണ്ടാവില്ല, പക്ഷേ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലാണ് അത് കേട്ടപ്പോൾ ഉണ്ടായത്. കാരണം ഇത്രയധികം സംഭവങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഞെട്ടലുണ്ടാവുന്നു? അതൊക്കെ കാലാകാലങ്ങളായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സ്ത്രീകൾ, സിനിമാ രംഗത്തെയും അല്ലാത്തവരും ഒക്കെ. അങ്ങനെ ഞെട്ടേണ്ട കാര്യമില്ല. ഇത് നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ ഇതൊരു ഒഫീഷ്യലായിട്ടൊരു റിപ്പോർട്ടായി വരുമ്പോൾ ദെയർ മോർ ഒത്തൻറ്റിസിറ്റി ഇൻ ദാറ്റ്. മറ്റേതൊരു ഒരാൾ പറയുമ്പോൾ അത് പറയുന്ന, അല്ലെങ്കിൽ അത് നോർമാവണം. ഇത് നോർമല്ല. ഒരു സാധനത്തിനെ സാധാരണീകരിക്കുക എന്ന് ചെയ്യുന്ന ഒരു സമ്പ്രദായം മാറിക്കിട്ടും. അത് നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി അനിഹിലേറ്റഡ് അല്ലേ. അപ്പോൾ അത് ലീഗലി ഇത്തരം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ആൾക്കാർക്ക് അതിൻ്റെ അപ്പോൾ ഇത്രയും കാലം ഒരു ഗ്രൂപ്പ് ഓഫ് വിമൻ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ നോബഡി സപ്പോർട്ടഡ് ദം അല്ലേ. അതാ പറയുന്നത്, ഒരു സാധനം ലീഗലി വരുമ്പോഴാണ് ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി മനസ്സിലാവുക. അത് ഇറ്റ് ഈസ് വെരി ഗുഡ് ദാറ്റ് ഇറ്റ് ഹസ് കം ഔട്ട്.